തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫ്ലൈയിങ് ബേർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ചിലവ് കുറവാണെങ്കിലും പ്രയാസമായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ അതിനേലും സിമ്പിളായിട്ട് ഉള്ള മെത്തേഡിലാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് പോർട്ടബിൾ AC ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ AC തയ്യാറാക്കാൻ നമുക്ക് ഈ ഒരു ബോക്സാണ് വേണ്ടത്, തെർമോകോൾ ബോക്സ് ആണ്. അപ്പോൾ 300 രൂപയാണ് ചിലവാവണത് നമുക്ക് ആകെ ഇതിന്. പിന്നെ ഐസ് നമുക്ക് കഴിഞ്ഞ തവണത്തെ ഐസ് ബക്കറ്റിലാണ് ഇട്ടത്, അത് കാരണം മെൽറ്റായി പോയി ആ ബക്കറ്റിലിരിക്കണ കാരണം. അപ്പോൾ ഇത് കൂടുതലും വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലധികം കൂടുതൽ നേരം തണുപ്പ് വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ നോക്കിയത്, രണ്ടാമത്തെ ടെക്നിക്ക്. പിന്നെ നമുക്ക് വേറൊരു ഐറ്റം വെച്ച് നോക്കണ്ട്, ഐറ്റം കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, അതും കൂടി കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ പോർട്ടബിൾ AC ഇട്ടിട്ട് ഇതിന്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഇരുമ്പിൻ്റെ ഒരു വലിയ പ്ലേറ്റാണ്, ഇത് ഇത്രയും കട്ടിയുണ്ട്. അപ്പോൾ ഇത് ഏട്ടന് കിട്ടിയതാണ്, അത് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാണ്. ഇതില്ലാത്തവരൊന്ന് മറ്റേ ഫ്രൈ പാൻ ഇല്ലേ, അത് മതി കേട്ടോ. അതിൻ്റെ വട്ടം, ഇതുപോലത്തെ വട്ടം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് ഇതുള്ളാറില്ല, ഞങ്ങളിത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്നറിയോ ഇത് യൂസ് ചെയ്യണത്? ഇത് ഐസ് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് പെട്ടെന്ന് ഇതാപോലെ നമ്മളെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഫാൻ നമ്മുടെ റൂമിലത്തെയാണ് നമുക്ക് ഇത് അയച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഈ തെർമോക്കോളിൻ്റെ അടുപ്പിൽ ഫിറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഇത്രയും പോണ ഒരു പാത്രം കൂടി വേണം നമുക്ക്, അത് വഴിയെ പറഞ്ഞുതരാം. ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾ ഇടണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ആദ്യം വരച്ച് നോക്കാം. ഇങ്ങനെ വരയ്ക്കണം നമ്മൾ, റൗണ്ട് ചെയ്ത് നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വരയ്ക്കണം. ഈ ലിഡിൽ കണ്ടോ, ഇത് ലിഡാണ്, ആ ലിഡിന്റെ പുറമേ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അത് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം കട്ട് ചെയ്യാം, പതിയെ പതിയെ നമ്മൾ ശ്രദ്ധിച്ച് നല്ലോണം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. ഈ ഒരു പീസ് നമുക്ക് മാറ്റാം, ഹോളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഹോളിലേക്ക് ഫിക്സ് ചെയ്താം. അതിൻ്റെ അമർത്തി വെക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ എപ്പോഴും, നല്ല കെയറായി ഫിറ്റ് ചെയ്ത്. നമ്മൾ ഇത് കണ്ടോ, ഇത്രയും ഇതിൽ ആക്കി കാണാൻ പറ്റണ്ട, ഇങ്ങനെ ആക്കി വെക്കണം എപ്പോഴും. ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലേ. നമുക്ക് അവിടെ ഒരു വര വരയ്ക്കണ്ടേ, വരച്ചിട്ട് വേണം നമ്മൾ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് ഇവിടെ റൗണ്ട് ചെയ്യണം, വരയ്ക്കണം, വെച്ചിട്ട് വരയ്ക്കണം, വെച്ചിട്ട് വരയ്ക്കണം. ഞാൻ വരച്ചു. ബോക്സ് ടൈറ്റ് ചെയ്ത് കിട്ടും, ബോക്സ് ടൈറ്റ് ചെയ്ത് വാ, ബോക്സ് ടൈറ്റ് ചെയ്യേ. നമുക്ക് ഇവിടെ റൗണ്ട് ചെയ്ത് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് തണുത്ത എയർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പണി നോക്കാം. ഈ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബോക്സിനനുസരിച്ച്. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇത്രയും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ആണോ റൗണ്ട് ചെയ്തേക്കുന്നത് ഈ ഭാഗം പതിയെ നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ മതി, വേറെ പേടിക്കാനൊന്നും. ഇത് പറഞ്ഞില്ലേ ഇരുന്ന കപ്പ് എന്ന് പറഞ്ഞത്, അതിന്റെ അടിഭാഗം നമുക്ക് മുറിക്കണം. അപ്പൊ അതുകൂടി മുറിക്കാം നമുക്ക്. കത്തി എവിടെ ദേവാ, കത്തിയതായോ? താങ്ക് യു. കട്ട് ചെയ്തെടുക്കാം. കൈയൊക്കെ മുറിയാതെ നോട്ടോ. കുഞ്ഞുമക്കളായാലും എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. ഇതേ മാറിയിട്ട്
ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. പതിയെ ചെയ്താൽ മതി, പതിയെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക, പശ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പതിയെ. ഇത് ഈ വയർ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. അതുപോലെ തന്നെ അപ്പുറത്തേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ടും നമ്മൾ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം, സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് ഇവിടെയല്ല, ഇവിടെയും കാണാം. ഇവിടെ പോലെ അറിയാം. നമ്മൾ ഇതൊക്കെ ചുറ്റിക്കഴിഞ്ഞ് നമ്മൾ അടുത്തത് നോക്കാം. അപ്പോൾ നമുക്ക് ഐസ് വേണം മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഐസ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെക്കാം ഐസ്. തണുക്കുള്ള മുകളിൽ ഐസ് അയക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് വെള്ളത്തിലൊന്ന് പതിയൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പൊ നമ്മൾ വെള്ളത്തിൽ മുക്കിട്ടേക്ക് ഇങ്ങനെ ഐസ് ഇത്തിരി ലൂസായി കിട്ടാൻ. നമുക്ക് ലൂസായി കിട്ടി നോക്കിയേ, ഐസ് വിട്ടിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോക്സിലേക്ക് ആക്കാം. ഐസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഈ ഐസിന്റെ മീതെ വെക്കണം. എക്സോസ്റ്റ് ഫാനിന്റെ കാറ്റ് ഡയറക്റ്റ് ആയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇരുമ്പിന്റെ ഒരു ഇത് വെച്ചേക്കണം പ്ലേറ്റ്. ഇതില്ലാത്തൊരു ഫ്രൈ പാൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പിടി കളഞ്ഞിട്ട് ഇതുപോലെ വെക്കണം. അങ്ങനെ നമ്മളുടെ പോർട്ടബിൾ AC-യുടെ പണികളെല്ലാം പൂർത്തിയായി. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം, നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. അപ്പൊ നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം, സ്വിച്ച് ഇട്ട് നോക്കാം. അപ്പൊ ഇതേ കേൾക്കാൻ പറ്റുന്നുണ്ടോ, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ആണോ നോക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കാറ്റുണ്ട്, ഇത് പറക്കണുണ്ടോ മുടിയിൽ കണ്ടോ, കണ്ടോ നല്ല കാറ്റിട്ടുണ്ട്, നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ പറയണു ഗൈസ്, വർക്കിംഗ് ആണ് ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങള് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി നട്ടുച്ചക്ക് വെയിലത്തൊക്കെ പോയിരിക്കുന്നത്. ഇപ്പൊ നല്ലൊരു കൂളിംഗ് കിട്ടിയപ്പോ നമുക്കൊരു ആശ്വാസമായി അല്ലേ. പിന്നെ മുടിയൊക്കെ പറക്കണം നോക്കി, അവിടെ ഫാനും കൂടി ഇട്ടിട്ടില്ല, ഫാൻ കാണിച്ചു കൊടുത്തേ. അപ്പൊ നമ്മൾ കണ്ടോ ഫാൻ കൂടി ഇട്ടിട്ടില്ല. ഈ കാറ്റും ഈ സൗണ്ടും കണ്ടോ, ഞാൻ കേൾപ്പിച്ചാലും കണ്ടോ ഒരു കാറ്റിന്റെ അല്ലേ, നമ്മുടെ മുടി വരെ പറക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ദേവ സക്സസ് ആയില്ല എന്നാണ് പറഞ്ഞത്, തമാശയാണ്. എന്നാലും ഈ പ്രാവശ്യം ശരിക്കാണോ നോക്ക്, ദേവ തന്നെ പറ. ഇങ്ങോട്ട് നോക്ക് വാവാ, കാറ്റിട്ടുണ്ടോ നോക്കി. ആ വീഡിയോ കാണിച്ചു കൊടുക്കേട്ടാ, തണുപ്പിട്ടുണ്ടോ നോക്കി നോക്കി മുന്നോ. അപ്പൊ നമ്മുടെ അതെ ദേവക്ക് തണുപ്പിട്ടിയപ്പോ ദേവക്കിന്റെ പറ്റില്ല, മാറി ദേവ നോക്കട്ടെ. അമ്മ കാറ്റുണ്ടോ നോക്കട്ടെ, അതെ നീ ഇവിടെയാണ് കാറ്റുണ്ടത് ശരിക്കും. നല്ല ദേവയ്ക്ക് തണുപ്പിട്ടിയാണ് ദേവ ഇത് അത്രയ്ക്ക് ഈസിയാണ്. അത് ദേവക്ക് തണുപ്പിട്ടിയാണ്, ദേവ അവിടെ തന്നെ വെക്കിയത്. ഞങ്ങൾ ഇത് പോർട്ടബിൾ AC ആയാലും നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, കിച്ചണിൽ വെക്കാം, റൂമിൽ വെക്കാം, അതുപോലെ ബാത്റൂമിൽ പുറത്ത് കുറച്ച് വെയിലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവിടെ ഡെയിലി വെക്കരുത്, കാരണം തണുപ്പാണ്, തലനീരിറക്കം, ശ്വാസം മുട്ടൊക്കെ പിള്ളേർക്ക് വരും. അതുപോലെ തന്നെ എന്നെ കുറ്റപ്പെടുത്തരുത് അതും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ സബ്സ്ക്രൈബ്സ് കുറവാണ്. അപ്പോൾ ദയവായിട്ട് ആരെങ്കിലും ഒക്കെ ഇത് കാണുകയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം എല്ലാവരും. ഓക്കെ ബൈ.